വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും ആഘോഷിക്കാനുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. വാലന്റൈൻസ് ഡേ. പരസ്പരം ഇഷ്ടം തുറന്നു പറയാനും ചിലർ ഈ ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോടെ പരസ്പരമുള്ള പ്രണയം പോസ്റ്റുകളിലൂടെയും സ്റ്റോറികളിലൂടെയുമാണ് കമിതാക്കൾ പങ്കുവെക്കുന്നത്. പ്രണയദിനമായി കഴിഞ്ഞാൽ പിന്നെ സെലിബ്രിറ്റികളുടെ വാലന്റൈൻസ് ദിന ആഘോഷങ്ങളുടെയും സർപ്രൈസ് ഗിഫ്റ്റുകളുടെയും ഒക്കെ വീഡിയോയാണ് സോഷ്യൽ മീഡിയ നിറയും. അത്തരത്തിൽ നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറും ഡിജിറ്റൽ ക്രിയേറ്ററുമായ എലിസബത്ത് പങ്കിട്ട വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കുറിപ്പും വീഡിയോയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 3 വർഷം മുൻപ് ഈ ദിനത്തിൽ ഞാൻ നിനക്കു നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നു എന്നാണ് എലിസബത്ത് മനോഹരമായ ഗാനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നീ എത്ര അകലെ ആയിരുന്നാലും, നമ്മൾ എത്ര കണ്ടില്ലെങ്കിലും, ശൂന്യതയിൽ ഒളിച്ചാലും എന്റെ മനസ്സിൽ നീ മാത്രമാണ് എന്നെന്നും എന്ന അർത്ഥം വരുന്ന ഒരു ഗാനമാണ് എലിസബത്ത് പങ്കുവച്ചത്. തന്റെ യൂട്യൂബ് ചാനലിലാണ് എലിസബത്ത് വീഡിയോ പങ്കിട്ടത്. നിരവധി പേർ എലിസബത്തിനും ബാലയ്ക്കും പ്രണയദിനാശംസകൾ നേർന്ന് എത്തുകയും ചെയ്തു. എന്നാൽ 3 വർഷത്തിനു മുൻപ് വിവാഹിതരായ ഇരുവരും ഇപ്പോൾ അകന്നാണ് താമസിക്കുന്നത്. എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഏതോ ഒരു സംസ്ഥാനത്താണ് ഡോക്ടറായി ജോലി ചെയ്യുന്നത്. അടുത്തിടെ അവധിക്കായി നാട്ടിലെത്തിയിരുന്നു എലിസബത്ത്. പക്ഷേ ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല. താരഭക്തിയുടെ അവധി ആഘോഷം മുഴുവൻ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു. ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ കമന്റിൽ എത്തിയെങ്കിലും എലിസബത്ത് ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല. അത്തരത്തിൽ ഏറെ നാളായി കമന്റുകളോടൊന്നും പ്രതികരിക്കാതിരുന്ന ശേഷമാണ് പ്രണയദിനത്തിൽ വീഡിയോയുമായി എലിസബത്ത് എത്തുന്നത്. അവരുടെ വീഡിയോ ഇങ്ങനെയായിരുന്നു: ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. എന്നെക്കുറിച്ച് വന്ന മോശം കമന്റുകളോട് പ്രതികരിച്ചതിന് പലരും നെഗറ്റീവ് കമന്റ് ഇട്ട് കണ്ടു. തോന്നിയ പോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരിക്കുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത്. ഇന്ന കാരണം കൊണ്ട് മാത്രമേ ഡിപ്രഷൻ വരാവൂ എന്നൊന്നുമില്ലല്ലോ. ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി വിശദമായ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്നും എലിസബത്ത് പറയുന്നുണ്ട്. അതേസമയം ബാലചേട്ടന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം താൻ എന്തൊക്കെയോ വീഡിയോ പങ്കുവെക്കുകയാണെന്നും പലരും കമന്റ് ഇട്ടത് കണ്ടു. അതെ, താൻ ബാലചേട്ടന്റെ വൈഫ് തന്നെയാണ്. അതിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ എന്നും എലിസബത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, താൻ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് ആരും തന്റെ വീഡിയോ കാണേണ്ടതില്ലെന്നും ഇതെല്ലാം തന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുമാണ് അവർ പറയുന്നത്. അതേസമയം നെഗറ്റീവ് കമന്റുകൾ തന്നെ ബാധിക്കുന്നുണ്ടെന്നും തനിക്കത് വിഷമമാകാറുണ്ടെന്നും എലിസബത്ത് തുറന്നു പറയുന്നു. ഒരാൾ മരിച്ച ശേഷം അയാളെ കുറിച്ച് നല്ലത് പറയുകയല്ല വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ വേണം പ്രണയിക്കാൻ. ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. പെട്ടാലും മാന്യമായി ഇറങ്ങി വരിക എന്നെല്ലാമാണ് പ്രണയദിനത്തിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.